സോ മച്ചന്മാരെ, നമ്മൾ ഇന്ന് നിൽക്കുന്നത് കക്കാടംപൊയിൽ എന്ന് പറഞ്ഞ സ്പോട്ടാട്ടോ. കുറേ നാൾ കൂടി അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ച ടൈമൊന്നും ഒത്തു വന്നില്ല. അപ്പം ഇവിടെ എത്തി, ഓൾമോസ്റ്റ് ഇവിടെ എത്തി. ഇനി ഇവിടെ നിന്നൊരു വെള്ളം കുടിച്ചിട്ട് കയറണമെന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെ ആക്കിയതാ താങ്ക്സ്. അപ്പോൾ ഒരു പുള്ളിക്ക് വണ്ടി കണ്ട് ഭയങ്കര ഇഷ്ടമായി, അപ്പം അതിനെക്കുറിച്ച് ചോദിച്ചതാണ്. അപ്പം അങ്ങോട്ട് പോയിട്ട് കാട്ടിലേക്ക് ഏകദേശം ഒരു 8 കിലോമീറ്ററേക്ക് ഒരു റോഡുണ്ട്. അങ്ങോട്ടേക്ക് ഫുൾ ഓഫ് റോഡാണ്, കാട്ടിലേക്കാണ്. പിന്നെ ഈ ഭാഗത്തേക്കാണെങ്കിൽ അവർ വരുന്ന വഴിയാണെങ്കിൽ നമ്മുടെ കോഴിപ്പാറ വാട്ടർഫാൾ ആ ഭാഗത്തേക്ക് പോകും. ഇങ്ങോട്ടേക്ക്, അതായത് ഈ ഭാഗത്തേക്ക് കുരിശുമല എന്ന് പറഞ്ഞൊരു സ്പോട്ടുണ്ട്. ഏകദേശം നിങ്ങൾക്ക് കണ്ട ലൊക്കേഷൻ മനസ്സിലാവും. എൻ്റെ ഫ്രണ്ട് ക്യാം ഓണാക്കിയിട്ടുള്ള ഇതാ ആ ഒരു ഭാഗത്തേക്ക് കുരിശുമലയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. ഇത്രയും സ്പോട്ട് പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പെട്ടെന്ന് ഇറങ്ങുക ചെയ്തത്. അപ്പം എന്തായാലും നമുക്ക് പോയി നോക്കാം. സോ ബൈ. ഇപ്പോഴും ഏറ്റമാണ് നല്ല രീതിയിലുള്ള ഓഫ് റോഡാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. എന്തായാലും കയറി നോക്കാം. ഒരു രക്ഷയില്ല, പിടില്ല. ഒന്നും പറയാൻ ഹെവി ടറൈൻ. നമ്മൾ ടയർക്കൊക്കെ കൂട്ടിയിട്ടുണ്ട്. പക്ഷേ അത്യാവശ്യം വണ്ടി വലിഞ്ഞ് നല്ല രീതിയിൽ കയറി നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫുള്ള് പൊളിഞ്ഞ റോഡ് തന്നെയാണ് മുകളിൽ വരെ. ഒന്നും പറയാനില്ല, കൈൻ്റെ പരിപ്പ് വന്നു. നല്ലൊരു ചോല. പൊളി. നമ്മുടെ ചക്ക പുഷ്പം പോലെ കയറുന്നുണ്ട് ചക്ക. എനിക്ക് തോന്നുന്നു നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു, വേറെ ആരും കാണുന്നില്ല. എന്തായാലും ഇപ്പോൾ ട്രസ്റ്റ് ചെയ്യാം. കൈൻ്റെ ഒക്കെ പരിപ്പളായി. കിട്ടില്ല, ഒന്നും പറയാനില്ല. താഴേക്കാണോ ഇങ്ങോട്ടാണോ? ഈശ്വര, കുറേ റോഡുണ്ടല്ലോ. കോൺക്രീറ്റ് ഇട്ട റോഡ്. നമുക്ക് പിന്നെ പോവാം. ഈ റോഡിന് പോകും. ഇത് റോഡ് കഴിഞ്ഞോ? ദിസ് ഈസ് എൻഡാണ്, ഡെഡ് എൻഡാണ്. നമുക്കിവിടെ തിരിക്കാം. എന്തായാലും ഞാൻ വിചാരിച്ചതിനേക്കാളും അടിപൊളി സാധനം കിട്ടി. ഓഫ് റോഡ് കിട്ടി, അതാണ് സമാധാനം. സോ മച്ചാന്മാരെ, നമ്മൾ വീണ്ടും നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അത്യാവശ്യം റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതൊന്ന് വിചാരിക്കുന്നു. കിട്ടിയിട്ടൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും കയറാം. വഴിയൊക്കെ ഹെവി എന്ന് പറഞ്ഞാൽ ഹെവി വഴികളാണ്. ഫസ്റ്റ് ഗിയറിൽ മാത്രമേ കയറും. എടുക്കാം. കിട്ടില്ല, ഒന്നും പറയാനില്ല.
മഴ പെയ്യാണ്ടിരുന്നാൽ മതിയായിരുന്നു. മഴ പെയ്താൽ മണ്ണിറങ്ങിയാൽ ഞാൻ കുടുങ്ങുമോ. വീണ്ടും കോൺക്രീറ്റ് റോഡ്. ടോർക്ക് കൂട്ടിയോണ്ടാണ് ഇത്രയും പെർഫോമൻസിൽ വണ്ടി കയറിപ്പോയത്. നോർമൽ എഫ്സിൻ്റെ വെച്ചാണ് കയറാൻ ഇച്ചിരി പണിയായിരുന്നു. നമ്മുടെ സ്പ്രോക്കറ്റ് V2ൻ്റെ സ്പ്രോക്കറ്റാണ്. ഈ ഒരു സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ മണ്ടയിലേക്കൊക്കെ എങ്ങനെയെങ്കിലും നടന്ന് കയറാൻ പറ്റുമെന്തോ. സംഭവം അടിപൊളിയാണ്. ബ്രേക്ക് ലൈനൊക്കെ ചവിട്ടി പിടിച്ചിട്ടാണുള്ളത്. പക്ഷേ എപ്പോൾ വേണമെങ്കിലും ഗിയറിൽ നിന്ന് ഒഴിഞ്ഞ് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ ഒരു മല എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് അവിടെ നിന്ന് സ്റ്റാർട്ടാവാണ്ടിരിക്കില്ലേ എൻ്റെ പൊന്നുമോനെ. ഇവിടേക്കൊന്ന് പോയി നോക്കാം, ഇവിടെ എന്താ അവസ്ഥ എന്നറിയില്ല കേട്ടോ. ഫുള്ള് കണ്ടവും ചെളിയൊക്കെയാണ്. ഓ ഷിറ്റ്, നമ്മൾ കണ്ടത്തിൽ കുടുങ്ങോ? ഇല്ല, ഷൂ ഒന്നും ഇടാണ്ട് വന്ന ബാഗ്. ഫുള്ള് കട്ട ചെളിയാണേ, കട്ടയ്ക്ക് കട്ട ചെളിയാണ് മൊത്തം. ക്രിക്കറ്റ് കളിയാണോ അവിടെ? കളിക്കാൻ വന്നോ നിങ്ങള്? അതിലങ്ങോട്ട് വഴിയുണ്ടോടാ? ഇല്ല. അതേ ഉള്ളൂ അല്ലേ? സോ മച്ചന്മാരെ, നമ്മൾ ഓൾമോസ്റ്റ് ഇതാ ഈ ഒരു ഹിൽ സൈഡ് എത്തി. നമുക്ക് കുറച്ചേരം വണ്ടി ഒന്ന് പാർക്കിങ്ങിലിടാം. ലാൻഡ്സ്കേപ്പ് ഒരുപാടുള്ള സ്ഥലമാണ്. സോ അറ്റ് ലാസ്റ്റ് നമ്മളിവിടെ എത്തി. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മളിവിടെ നിന്ന് അടുത്ത സ്പോട്ട് പിടിക്കുന്നതായിരിക്കും. സോ ഗായ്സ്, ഫൈനലി നമ്മളിതിൻ്റെ മുകളിലെത്തി കേട്ടോ, ടോപ്പിലെത്തി. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് റോഡ് ഇവിടം കൊണ്ട് കഴിഞ്ഞു. അപ്പുറത്തേക്ക് ഇറക്കി. ഇതൊക്കെ ജീപ്പുകാർ വണ്ടി കൊണ്ടുവരുന്ന സ്ഥലമാണ്. ഏറ്റവും മൊട്ടക്കുന്ന് എന്നൊക്കെ പറയുന്ന ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ചെക്കൻ നമ്മളെ അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്തു കേട്ടോ. ഫ്രണ്ട് ടയർ അത്യാവശ്യം, ബാക്ക് ടയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്ത ടൈമിൽ അത്യാവശ്യം നല്ല ഉണ്ടായിരുന്നു. ഇപ്പം ചെളി അങ്ങോട്ട് കയറിയിട്ട് അടഞ്ഞു. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളെ ആശ സപ്പോർട്ട് ചെയ്തു. ഇനിയിപ്പം ഇവിടെ കിടന്ന് ഇവിടെ ജീപ്പുകാർ മൊത്തം വണ്ടി കറക്കലും പരിപാടിയൊക്കെ ആയിട്ട് ഉഴുത് മറിച്ചിട്ടിട്ടുണ്ട് സ്ഥലങ്ങളെല്ലാം. ഒന്നും പറയാനില്ല, അത്യാവശ്യം നല്ല കോട കയറി തുടങ്ങിയിട്ടുണ്ട്. ടൈം എത്ര, ഒരു മിനിറ്റ്, 1:15 ഒക്കെ അടുത്തായിട്ടേ ഉള്ളൂ ടൈം. ചെക്കനെ കണ്ടോ, 1:15 അടുത്തായിട്ടേ ഉള്ളൂ. അപ്പം തന്നെ ഇങ്ങനത്തെ ഒരു നല്ല അടിപൊളി ക്ലൈമറ്റാണ് ഉള്ളത്. സോ ഞാൻ എന്തായാലും സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് എൻജോയ് ചെയ്യട്ടെ, എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ബൈ. ഒന്നും പറയാനില്ല, നിങ്ങൾ തന്നെ പറ സ്ഥലം കണ്ടിട്ട്. അതെ, നമ്മൾ വന്ന വഴിയൊക്കെ ഇതാട്ടോ, ഫുള്ള് പുല്ല് കല്ല്. ഇതാ നമ്മുടെ ചെക്കൻ. ഒന്നും പറയാനില്ല. ഇതിൻ്റെ മണ്ടയിലൊക്കെ ആരെങ്കിലും ഉണ്ടോ എന്നൊന്നും അറിയാൻ പാടില്ല കേട്ടോ. ഞാനിപ്പോൾ കയറിയിരിക്കുന്നു. സോ മച്ചന്മാരെ, ഞാൻ പറഞ്ഞില്ല താഴേക്കൊരു വഴി ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? നമുക്ക് താഴേക്കൊന്ന് പോയി നോക്കാം. എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും അറിയില്ല, പോയി നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിലൊക്കെ ജീപ്പ് പോകുന്നതെന്നാണ് പിള്ളേർ പറഞ്ഞു കേട്ടോ. ജീപ്പിന് പോവാമെങ്കിൽ ഇവനും പോവാം. ഈ ജീപ്പ് ഇതിൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇതിലൊന്ന് പോയി നോക്കാം, നമുക്ക് വഴിയുണ്ടോ? ഓ സീന്, അടിതട്ടി ഫുള്ള് പുല്ല് കല്ല്, ഉരുള പൊട്ടിയ പോലെയാണ് ഈ സ്ഥലങ്ങളൊക്കെ, ഉരുള പൊട്ടിയ പോലെയാണുള്ളത്.
ചമാരെ ഒന്നും പറയാനില്ല. നിങ്ങൾ തന്നെ പറ സ്ഥലം കണ്ടിട്ട്. അതെ, നമ്മൾ വന്ന വഴിയൊക്കെ ഇതാട്ടോ, ഫുള്ള് പുല്ല് കല്ല്. ഇതാ നമ്മുടെ ചെക്കൻ. ഒന്നും പറയാനില്ല. ഇതിന് മണ്ടയിലൊക്കെ ആരെങ്കിലും ഉണ്ടോ എന്നൊന്നും അറിയാൻ പാടില്ല കേട്ടോ. ഞാനിപ്പോൾ കയറിയിരിക്കുന്ന ഉച്ച സമയമാണ്. ഇതിൻ്റെ ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എല്ലാവർക്കും. കണ്ടോ, ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാം. അവിടെ ഒന്നും വേറെ ലെവലാണ്. മേഘമൊക്കെ കണ്ടിട്ട് പറ നിങ്ങൾ. സ്ഥലം അടിപൊളിയാണ്. കുരിശ് അവിടെ കാണുന്നുണ്ട്. കുരിശുമല അങ്ങോട്ടേക്കാണെന്ന് തോന്നുന്നു. അവിടെ ഇതാ ഒരു കുരിശ് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. സൂം ചെയ്ത് കാണിച്ചു തരാം. എവിടെ പോയി? ഇതാ അത്രയും ദൂരത്തേക്കൊന്നും എത്തൂലേ. അവിടെ ഒരു വെള്ളപ്പൊടി പോലെ കാണുന്നുണ്ടെങ്കിൽ അവിടെയാണ് കുരിശുള്ളത്. നമുക്ക് എന്തായാലും അവിടേക്കുള്ള വഴി ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, സോ മച്ചന്മാരെ, നമ്മളിപ്പോൾ ഇതാ ഇറങ്ങി വന്ന ആ ഒരു സ്ഥലം. ഇവിടുന്ന് വണ്ടി എടുത്ത് നമ്മൾ കയറുക കേട്ടോ. ഹെവി ഡേഞ്ചറാണ്. താഴേക്കുള്ള ഇറക്കവും മുകളിലേക്കുള്ള കയറ്റവും. പക്ഷെ നമുക്ക് കയറ്റാണ്ടിരിക്കാൻ ഒരു വഴിയില്ല, നമ്മൾ കയറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് പോവാം. ഇനി ഏതെങ്കിലും സ്പോട്ടുകൾ ഇവിടെ കറങ്ങാനുണ്ടോ എന്നുള്ളത് നോക്കാം. പാറയൊക്കെ വെരി സ്ലിപ്പറി. വീഴ്ചയൊന്നൊരു പ്രശ്നമല്ല. ഇത് നമ്മൾ കയറ്റിയിരിക്കും. മൂന്ന് വട്ടം. മൂന്നാമത്തെ വട്ടമായി വീഴുന്നു. നിങ്ങളിതിന് റോഡ് കണ്ടോ? കുറച്ച് സീനാണ്. മഴയ്ക്ക് മുമ്പ് എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെടണം. കാര്യമായിട്ട് ഇഞ്ചുറീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സേഫാണ്. ഇത് കയറ്റണമെങ്കിൽ ഞങ്ങളുടെ
വലിയൊരു പ്രശ്നമാണ്. കയറ്റിയിരിക്കും. മൂന്ന് വട്ടം മൂന്നാമത്തെ വട്ടമായി വീഴുന്നു. നിങ്ങളിത് റോഡ് കണ്ടോ? കുറച്ച് സീനാണ്. മഴയ്ക്ക് മുമ്പ് എന്തായാലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ആയിട്ട് ഇഞ്ചുറീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സേഫാണ്. എനിക്ക് കയറ്റണമെങ്കിൽ ഞാനിവിടെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഫോൺ വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം വിശ്രമിക്കട്ടെ. അടുത്ത് മച്ചന്മാരെ, ഇതിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായോ? ഇങ്ങനെയുള്ള റോഡ് കയറാൻ വരുമ്പോൾ ഒറ്റയ്ക്ക് വരരുത്. മാക്സിമം ആരെങ്കിലും വേണ്ട, ഒരൊറ്റ ആളും കൂടി മതി, 2 പേര് മതി മാക്സിമം. 3 വട്ടം ഇവിടെ സ്ലിപ്പായി. പുല്ലാണ്, ചെളിയാണ്, പായലുണ്ട്, ഒരു കുഞ്ഞ് പോലും ഇല്ല. അപ്പം ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ് ഫോൺ അവിടെ വെച്ചത്. നമ്മുടെ ചെക്കൻ കിടക്കണുണ്ടോ? ഇഞ്ചുറി ഒന്നും പറ്റിയിട്ടില്ല, പക്ഷേ ഇവിടുത്തെ മണ്ണൊക്കെ കണ്ടോ, ചെളി പിടിച്ച സാധനം, അതിൻ്റെ സീനാണ് കേട്ടോ. ടയറൊക്കെ ആകെ ഗ്രിപ്പ് തെറ്റി. പിന്നെ വലിയ വലിയ പാറക്കല്ലുകളാണ്. സോ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. എന്തായാലും ഒന്നും കൂടി കയറാൻ പോവുകയാണ്. ഭയങ്കര ടയർഡായിപ്പോയി. ഇവിടുന്ന് എടുത്ത് പൊക്കണമെങ്കിൽ തന്നെ നല്ല പാടാണ്. അത് കയറ്റം കൂടിയാണ്. സോ എന്തായാലും നമ്മൾ ഇവിടുന്ന് വണ്ടി കയറ്റും, അതൊരു വിഷയമുള്ള വിഷയമല്ല. സോ ഞാൻ എന്തായാലും ക്യാമറ ആ ഒരു സ്പോട്ടിൽ വെക്കുന്നില്ല, ക്യാമറ ഓഫാക്കിയിട്ടുള്ള. കാരണം വേറൊരു സ്ഥലത്ത് ഇത് വെക്കണമെങ്കിൽ ഓക്കെ, ഞാൻ ഇവിടെ ഒന്നും കൂടി വെച്ചോട്ടെ. കയറുന്ന ഒരു വിഷ്വൽസും കൂടി നിങ്ങൾക്ക് വൃത്തിക്ക് കാണാമല്ലോ.
ഇവിടുന്ന് കയറ്റാൻ ഇച്ചിരി റിസ്ക്കാണ്. അതുകൊണ്ടിനി കയറി ഇരിക്കാണ്ട് എങ്ങനെ കയറ്റാൻ നോക്കാം. ഓക്കെ. ടയർഡായിപ്പോയി. എത്ര വട്ടം വണ്ടി വീണെന്ന് എനിക്ക് കറക്റ്റ് അറിയാൻ പാടില്ല. കുറേ വട്ടം വീണു. കാരണം ഇങ്ങനത്തെ ഒരു സ്ഥലം എന്ന് അതിൻ്റെ പുല്ലും ചെളിയും കൂടി കൂടിയിട്ട് ടയറിന് അത്യാവശ്യം ഗ്രിപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും കൂടി എൻ്റെ അമ്മേ, ഓ അയ്യോ രക്ഷിക്കണേ, എന്നാലും കൂടി ടയർ സീനായിരുന്നു. ഇങ്ങനത്തെ ഒരു ഏരിയയിൽ എന്ത് ടയർ ഇട്ട് വന്നിട്ടും കാര്യമില്ല എന്ന് ഞാൻ പറയുന്നില്ല. ബട്ടൺ ടയേഴ്സൊക്കെ ആണെങ്കിൽ ഓക്കെ. നമ്മുടെ ഷുഹൈബ് ബ്രോൻ്റെ ഒക്കെ വണ്ടീൻ്റെ ബാക്ക് ടയർ ആണെങ്കിൽ ഓക്കെ. ഞാനിപ്പോൾ റീസെൻ്റ്ലി പുള്ളിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ട അങ്ങനത്തെ ടയറാണെങ്കിൽ ഓക്കെ. പക്ഷേ എനിക്കൊന്ന് 3 മാസം മുമ്പ് എടുത്ത എൻ്റെ ടയർ അത് ഏകദേശം ഓഫ് റോഡിന് വേണ്ടിയിട്ടുള്ള ഗ്രിപ്പി എന്ന് പറയുന്ന സ്പെഷ്യൽ എഡിഷനാണ് സിയറ്റിൻ്റെ. പക്ഷേ റോട്ടിൽ കൂടി ഓടി ആശാൻ്റെ ഗ്രിപ്പ് ഏകദേശം തീരുമാനമായി. സോ ഇവിടെ വന്നപ്പോഴത്തേക്കും ആശാൻ ഇവിടെ ഉഴുത് മറിച്ചിട്ട് കല്ലൊക്കെ പൊടിച്ച് മൊത്തത്തിൽ ടയറിൻ്റെ അവസ്ഥ കാട്ടിത്തരാം. എന്തായാലും ഇത് കണ്ടോ, ഞാൻ വന്ന വഴിയാണ് ഇത്. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുമ്പം പരന്നിട്ടാണെങ്കിൽ അങ്ങനെയല്ല. അടിപൊളി കുത്തനെയുള്ള കയറ്റമാണ്, കട്ട ചെളിയുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ആണെങ്കിൽ നല്ല രീതിയിൽ വഴുക്കലുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് വഴുക്കും. ടയർ ഇത്രയും ടയർ ഉണ്ടായിട്ട് പോലും ടയറുള്ളോ ഇല്ലാത്തതുകൊണ്ട് കയറാത്തൊരു ഇഷ്യൂ അല്ല ഉണ്ടായിരുന്നത്. അതായത് പല പാറക്കല്ലേലും കയറിയിട്ട് എന്ത് പറ്റി, വണ്ടിയുടെ ചിലപ്പോൾ ഫ്രണ്ട് പൊന്തും. അപ്പോൾ എന്ത് ചെയ്യും, 2 കാലും കറക്റ്റ് കിട്ടില്ല. ആ ഒരു സമയത്ത് എന്ത് ചെയ്യും, ഒരു സൈഡിലേക്ക് ചെരിയും. സോ 2 സൈഡിലും കാടായതുകൊണ്ട് വലിയ ഇഷ്യൂ ഒന്നുമില്ല. എൻ്റെ ഹെൽമെറ്റ് ഏതൊരു കല്ലേ പോയി ഇടിച്ചായിരുന്നു. എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറ്റിയിട്ടില്ല. ഹാൻഡ് ഗാർഡ് ഇവിടെ വരഞ്ഞിട്ടുണ്ട്, ക്രാഷ് ഗാർഡ്. ഞാൻ പറയുന്നൊരു ശരിക്കുള്ളൊരു സത്യം ഞാൻ പറഞ്ഞുതരാം. ഏത് വണ്ടിയാണെങ്കിലും നിങ്ങൾ ലുക്ക് കാര്യമായിട്ട് നോക്കാണ്ട് അതിൻ്റെ സേഫ്റ്റി നോക്കണം. ഈ ക്രാഷ് ഗാർഡ് ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ഒരു കാലിപ്പോൾ ചിലപ്പോൾ ഉണ്ടാവത്തില്ല. ഒന്നുകിൽ ഇവിടുന്ന് ക്രാക്കായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബെൻഡായിട്ടുണ്ടാവും, ഇല്ലേ ഉളുക്കിയിട്ടുണ്ടാവും. ഈ ക്രാഷ് ഗാർഡിൽ വണ്ടി താങ്ങി നിൽക്കുന്നതിൻ്റെ ഒരു ഗുണമുണ്ടല്ലോ. അതെ, ഈ സൈഡിലാണെങ്കിൽ ഈ മൊട്ട്, ഇപ്പുറ സൈഡിലാണെങ്കിൽ ഇപ്പുറം അടിഭാഗമൊക്കെ ആയിട്ട് നല്ല രീതിയിൽ വണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവസാനം ഇപ്പോൾ കയറ്റം തള്ളണ്ട, നമ്മൾ ഓൾമോസ്റ്റ് ഒരു 3/4 കയറ്റി, ഒരു 1/4 ഭാഗം മാത്രമേ തള്ളേണ്ടി വന്നിട്ടുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും വേറെ പണികളൊന്നും കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ എനിക്കൊന്ന് മഴക്കാറൊക്കെ വരുന്നുണ്ട്. മഴക്കാർ വരുന്നതിന് മുമ്പേ ഞാൻ 2-3 സ്പോട്ട് പിടിക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ ടൈം ഈസ് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, എന്തായാലും ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പം എത്രയും വേഗം ഈ ഒരു ഏരിയയിൽ നിന്ന് പോകണം. കാരണം കാട്ടാന മുതൽ എല്ലാ സാധനങ്ങളും ഇറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഈ കാട് ഇവിടെ ഉള്ളത്. സോ എത്രയും വേഗം ഈ മൗണ്ടൈനിൽ നിന്ന് ഇറങ്ങി പോകണം. കിടിലായിരുന്നു. ഏതൊക്കെ പിള്ളേരുടെ സൗണ്ടൊക്കെ ഇവിടെ നിന്ന് കേൾക്കുന്നുണ്ട്, അവിടെ നിന്നൊക്കെ. എവിടെ നിന്നാണോ? എന്തായാലും നമ്മുടെ ഇന്നത്തെ ടൈം ലിമിറ്റ് കഴിഞ്ഞിരിക്കുന്നു. അപ്പം നമുക്ക് താഴേക്ക് ഇറങ്ങാം അല്ലേ. അപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഫിസിക്കലി ഓക്കെയാണ്. കാലൊന്നും പൊട്ടിയിട്ടില്ല, ഒന്നും പറ്റിയിട്ടില്ല, പക്ക ഓക്കെയാണ്. ദൈവം സഹായിച്ചൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. സോ ഞാൻ എന്തായാലും കയറട്ടെ.
സുനാപ്പി എല്ലാം കൂടി വലിച്ചു കയറ്റി ഇടട്ടെ. ഓക്കെ, എന്നാൽ സോ മച്ചന്മാരെ, അറ്റ് ലാസ്റ്റ് നമ്മളെല്ലാ ദുർഘടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഇനിയിപ്പം വണ്ടി ഇവിടെ വെച്ചിട്ട് നമ്മൾ നടന്ന് കയറും കേട്ടോ. നടന്ന് കയറാനുള്ളൊരു സ്പോട്ടാണ്. അപ്പം 2-3 ചെക്കന്മാരവിടെ എത്തിയിട്ടുണ്ടാവും. അവന്മാർ ഏത് വഴിയാണ് പോയെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. വണ്ടിയെല്ലാം ലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കെന്തായാലും ഈ വഴി ഒന്ന് കയറി നോക്കാം. എൻ്റെ കയ്യിലാണെങ്കിൽ മറ്റേ ഫോണിൻ്റെ സ്റ്റിക്കും ഇല്ല, പിന്നെ നമ്മുടെ ട്രൈപ്പോഡോ ഒന്നുമില്ല. അത് പ്ലാൻ ചെയ്തല്ല ഞാനിങ്ങോട്ട് വന്നത്, ഒന്നാമത്തെ കാര്യം. സോ ഒരു കുപ്പി വെള്ളം മാത്രമേ കയ്യിലുള്ളൂ. എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഇത് കയറാണ്ട് പോയി കഴിഞ്ഞാൽ നഷ്ടമാണ്. കണ്ടോ, ഇവിടെ നിന്നുള്ള വ്യൂ അത്യാവശ്യം ഇവിടുന്നേക്ക് ഇടുവാണ്. സോ നമുക്ക് മണ്ടേ പോയിട്ട് നോക്കാം. ഓൾറെഡി ഞാൻ ടയേർഡാണ്. അവിടുന്ന് 2-3 വട്ടം, 2-3 4-5 വട്ടം നല്ല രീതിയിൽ വീണത് കൊണ്ട് എനർജി ഭയങ്കര ലോസ്റ്റാണ്. ക്യാമറ എനിക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നില്ല കേട്ടോ. തിരിച്ചു പിടിക്കേ. ടയേർഡ്, വിട്ടുകൊടുക്കൂല. കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് പോകാം. വരും. ഇതെല്ലാം സഹിച്ച് മുകളിലെത്തി ഒരടിപൊളി വ്യൂ കാണുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ. ഹാർട്ട് ബീറ്റൊക്കെ 100-110 പോകുന്നത്. എന്തായാലും ഇപ്പം ഞാൻ കയറ്റം കയറുന്നതുകൊണ്ട് സംസാരിക്കുന്നില്ല, വീഡിയോ എടുക്കുന്നില്ല ഗായ്സ്. മേളിൽ ചെന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ, ബൈ ബൈ. മടുത്തു, എവിടെ എത്തിയിട്ടില്ല. ഒന്നും പറയാനില്ല, ഭയങ്കര ടയർഡായി. ഇനിയിപ്പം എന്തായാലും പകുതിയാണല്ലേ, ഏറ്റവും മുകളിൽ കയറിയിട്ടേ പോകുന്നുള്ളൂ. ഇവിടുന്നൊരു 10-15 മിനിറ്റ് ഉണ്ടോ, 10 മിനിറ്റ് എന്തായാലും ഉണ്ട് എനിക്ക്. നടന്ന് കയറി ഏറ്റവും മുകളിലെത്തിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടാണെന്നറിയാം. പക്ഷേ ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇവിടേക്ക് വരുന്നത്. കുറേ സാധ്യതകൾ, ഓഫ് റോഡിങ്ങിൻ്റെ സാധ്യതകൾ, ഹിൽ ക്ലൈമ്പിങ്ങിൻ്റെ സാധ്യതകൾ ഒക്കെ കണ്ടു. സംഭവം നമ്മുടെ നാട് ഏറ്റവും പൊളിയാട്ടോ, ഒന്നും പറയാനില്ല. ചുരത്തിന് ചുരം, പുഴയ്ക്ക് പുഴ, കടൽ, എല്ലാ സാധനവും ഉണ്ട്. ഒരു ഭാഗത്തുനിന്ന് കോട കയറി തുടങ്ങി. തണുത്ത കാറ്റ് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. കോടതാ ആ ഒരു ഭാഗത്തുനിന്ന് കോട കണ്ടോ, നമുക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. കയറി വരുന്നുണ്ട്. സ്റ്റിക്കൊന്നും എടുക്കാത്ത ഫോണിൻ്റെ സെൽഫി സ്റ്റിക്കൊന്നും എടുക്കാത്തതുകൊണ്ട് എത്രത്തോളം നമുക്ക് വീഡിയോ കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ട്, വൃത്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. വലിയ ചെക്കന്മാരുണ്ട്, ഞാൻ കയറുന്നവന്മാർ കണ്ടായിരുന്നു. ഇവിടെ എത്തിയോ എന്നറിയാൻ വേണ്ടി കൂവിയതാണ്. ഓക്കെ, എന്തായാലും നമുക്ക് മുകളിലേക്ക് കയറാം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒന്ന് ഹാർട്ട് ബീറ്റൊക്കെ ഒന്ന് കുറഞ്ഞൊന്ന് നോർമലായിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ കയറി കിട്ടും. ഓക്കെ, മുകളിലെത്തിയിട്ട് ഞാൻ എല്ലാ വ്യൂസും കാണിച്ചു തരാം. ഓക്കെ, ബൈ ബൈ. ഫൈനലി മച്ചന്മാരെ, നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയിട്ടോ. ഏറ്റവും ടോപ്പ്. ഞാൻ എന്താ ഇറങ്ങൂടാ, ഇനിയിപ്പോൾ മഴയായില്ലേ, റിസ്ക്കായി. സോ മച്ചന്മാരെ, ഫൈനലി നമ്മളിതാ സ്പോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കയറി വന്ന ആ ഒരു വഴി മൊത്തം എത്തി നിൽക്കുന്ന ഈ ഒരു സ്പോട്ടാണ്. കുഴപ്പമില്ല.
അടിയിലൊക്കെ ചെക്കന്മാരുണ്ട് കേട്ടോ. സോ നമ്മൾ കയറുമെന്ന് പറഞ്ഞു, നമ്മൾ കയറി. ടയേർഡാണെങ്കിൽ കയറി. ഇനി ഇവിടുന്ന് ഇറങ്ങുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എത്ര ടൈം കൊണ്ട് ഇറങ്ങി എത്തുമെന്ന് എനിക്കറിയില്ല. മഴ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ലോക്കാവും. നമ്മളിവിടുന്ന് പരിചയപ്പെട്ടാണ് ചെക്കൻ. ഫ്രണ്ട്സ് ഉണ്ട്. എടാ പേരെന്താടാ? നാട്ടില് അരീക്കോട്. നിന്റെ അരീക്കോട്. പേര് ആദിൽ. ഇപ്പൊ രണ്ടുപേരും, ഇവര് 3 പേരുണ്ട്, 4 പേരുണ്ട് മൊത്തം. 2 പേര് ഏറ്റവും മുകളിലേക്ക് കയറിയിട്ടുണ്ട്. സോ നമ്മൾ ഇവരുടെ കൂടെ ആ ഒരു സ്പോട്ടിലേക്ക് പോവാം കേട്ടോ. അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി വ്യൂസ് കിട്ടുമെന്നാണ് പറയുന്നത്. നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പോയി നോക്കാം. ഗോപ്രോൻ്റെ ചാർജ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫോണൊരു ബാറ്ററി ഹാഫും കൂടി ഉള്ളൂ. അപ്പം ഇന്ന് അധികം സ്ഥലത്തേക്കൊന്നും പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു സ്ഥലം തന്നെ ഏറ്റവും പൊളിയാണെന്ന് എനിക്ക് തോന്നുന്നു കയറിയിട്ട്. സോ നിങ്ങൾക്ക് ആർക്കും, കുറേ പേര് ഈ സ്ഥലത്ത് വന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാവും. ഇതുവരെ വരാത്തവരുണ്ടെങ്കിലും ഇങ്ങോട്ട് വരിക, വന്ന് കാണുക. അത്യാവശ്യം വ്യൂസ് ഉണ്ട്, കയറാനുള്ള സ്പോട്ടുണ്ട്, ഓഫ് റോഡിങ് ഉണ്ട്. അടിപൊളിയാണ്. സോ മച്ചാന്മാരെ, നമ്മൾ മണ്ടേ കയറി അത്യാവശ്യം വ്യൂ ഒക്കെ കണ്ടു. അവിടുന്ന് കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെട്ടു. നല്ല ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. താഴേക്ക് ഇറങ്ങാൻ കുറച്ച് റിസ്ക്കാണ്. അപ്പം നമ്മൾ എന്തായാലും ഇവിടുന്ന് ഇറങ്ങും കേട്ടോ. വെരി സ്ലിപ്പറി. ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. ഇനി എന്തായാലും ഞാനിനി ചെക്കന്മാരെ കൂട്ടി ഒന്നുകൂടി വരും. കാരണം എനിക്ക് ഈ സ്പോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഏറ്റവും ടോപ്പ്. അധികം നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല, എന്നാലും വേണ്ടതുപോലെയൊക്കെ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചാറ്റൽ മഴ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഇവിടെ മഴയാണ്. അയ്യോ, ശരി. ഹെൽമെറ്റ് ഇട്ടെന്താണെന്ന് വെച്ചാൽ തല നനയാണ്ടിരിക്കാനും എവിടെയെങ്കിലും വഴുക്കി വീണാൽ തല അടിച്ച് വീഴാണ്ടിരിക്കാനുമാണ് ഹെൽമെറ്റ് ഇട്ടിരിക്കുന്നത്. ഓരോ ഓഫ് റോഡ് ചെയ്യുന്നവരുടെ, വ്ളോഗ് ചെയ്യുന്നവരുടെ വീഡിയോസ് നിങ്ങൾ ജസ്റ്റ് കണ്ടിട്ട് ലൈക്ക് അടിക്കാണ്ട് പോകുമ്പോൾ അതിൻ്റെ പുറകെ എന്തോരം കഷ്ടപ്പാടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്ന് വെച്ച് എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാൻ വേണ്ടി ഒരു കോട്സ് പറഞ്ഞല്ല കേട്ടോ. ഞാൻ പറഞ്ഞത് ആ ഒരു കഷ്ടപ്പാട് എന്തോരം ഉണ്ടെന്ന് ആ കയറുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മൾ ഏറ്റവും മുകളിലെത്തിയപ്പോൾ കുറച്ച് ചെക്കന്മാരെ ജോയിൻ ചെയ്തു. നിലമ്പൂർ ആ ഭാഗത്തുള്ള പിള്ളേരാട്ടോ. ഞാൻ വന്ന വഴിയല്ല ഇറങ്ങുന്നത്, അത് ഭയങ്കര ഡേഞ്ചറാണ്, ഭയങ്കര സ്ലിപ്പറിയാണ്. ഞാൻ കുത്തനെ ഏകദേശം 70 അല്ലെ 80 ഡിഗ്രി മുകളിലേക്കുള്ള കയറ്റമാണ് ഞാൻ കയറിയത്. നടന്ന് ഇറങ്ങുന്ന ആ വഴി കൂടെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ശോക സീനാണ്. അതുകൊണ്ടാണ് നമുക്ക് പിള്ളേരുടെ കൂടെ ഇറങ്ങി താഴെ എത്താം. വണ്ടിയുടെ കീയൊക്കെ ഉണ്ട്. ഇവിടെ നിന്നൊക്കെ കീ ലോസ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നൊന്നും പറയാനില്ല. വണ്ടി ഹാൻഡിൽ ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. താഴേക്ക് ഇറങ്ങുന്നവരൊക്കെ കണക്കാണ്. കാരണം ചാറ്റൽ മഴ പെയ്ത്. സോ മണ്ണൊക്കെ ഒരുവിധം വെറ്റായി ചെളി പുരണ്ട് കിടക്കുകയാണ്. ഒന്നും പറയാനില്ല കേട്ടോ. ഈ ഹിൽ ടോപ്പ് കയറിയപ്പോഴത്തേക്കും നല്ലൊരു മഴയും കൂടിയുള്ള നന്നായി. ചെറിയൊരു തണുപ്പ്. ഭയങ്കര ടയേർഡായി. ഭയങ്കരം എന്ന് വെച്ചാൽ കുറേ നാൾ കൂടിയിട്ടാണ് മേലൊന്ന് അനങ്ങുന്നത്. അപ്പം ഭയങ്കരമായിട്ട് കൈയും കാലും ഒക്കെ ടയേർഡാണ്. കാലിൽ ഭയങ്കര കോൺസെൻട്രേഷൻ വന്നിരുന്നു. വണ്ടി എടുക്കാനും പൊക്കാനും ഒക്കെ ഇച്ചിരി പാടായിരുന്നു. അത് കയറ്റത്തിൽ നിന്നായതുകൊണ്ട് വളരെ റിസ്ക്കായിരുന്നു. എനിക്കിനി ഓഫ് റോഡ് പോകുമ്പോൾ ഇടാൻ പാകത്തിനുള്ള 2 നീ പാഡ്സ് കൂടി വാങ്ങണം. കാരണം മുട്ടുകുത്തിയൊക്കെ വീഴുവാണെങ്കിൽ, ഇന്നിപ്പോൾ ദിവസമായിട്ട് മുട്ടുകുത്തിയൊന്നും വീണിട്ടില്ല, നമ്മൾ നേരെ ചെരിയായിരുന്നു ചെയ്തത്. അതുകൊണ്ട് വലിയ ഇഞ്ചുറീസ് ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ നേരെ പുല്ലിലേക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. എന്തായാലും കാത്തു. എവിടെ ഓഫ് റോഡ് പോകാൻ ശ്രമിക്കുകയാണെങ്കിലും ജസ്റ്റ് അതിൻ്റെ ഒരു അഡ്വൈസ് മാത്രമായിട്ട് എടുത്താൽ മതി. നിങ്ങളെല്ലാവരും, എൻ്റെ വണ്ടി അപ്പുറത്തല്ലേ അങ്ങോട്ടല്ലേ? എല്ലാവരും റൈഡിങ് ഗിയേഴ്സ് യൂസ് ചെയ്യുക. പാഡ്സ് ആണെങ്കിലും യൂസ് ചെയ്തിട്ട് ഇറങ്ങുക. എപ്പോഴാണ് എന്താ പറ്റുകയെന്നറിയില്ല. ഓക്കെ, ഞങ്ങളിപ്പം റോട്ടിലെത്തി. ഇനി ഇവിടുന്ന് എനിക്ക് നടന്ന് റൈറ്റ് അങ്ങ് പോയി കഴിഞ്ഞിട്ട് എൻ്റെ വണ്ടി പാർക്ക് ചെയ്ത സ്പോട്ടുണ്ടാകും. അവിടെ ചെന്ന് വണ്ടി എടുത്ത് വരാം. ഓക്കെ മച്ചന്മാരെ, ഇവിടുന്ന്
ഇനിയിപ്പം താഴേക്ക് ഇറങ്ങുവാണ്. ഇനി എവിടെയും നിൽക്കുന്നില്ല. ആദ്യത്തെ കടയിൽ നിന്ന് ഒരു ലൈം സോഡയും കുടിച്ചിട്ട് നേരെ ഇനി വീട് പിടിക്കാം കേട്ടോ. കാരണം വൈകുന്നേരമായി. വൈകുന്നേരം എന്ന് വെച്ചാൽ എനിക്കൊന്ന് 3 മണിയൊക്കെ ആയി തോന്നുന്നു. എക്സ്ട്രീം ടയേർഡാണ്. കാരണം അതുപോലെ കുറേ വീഴ്ചയൊക്കെ വീണ് പിന്നെ നമ്മളിതാ ഈ കുത്തിനുള്ള മലയാണ് ഞാൻ കയറി ഇറങ്ങി വന്നപ്പം അത്യാവശ്യം പരന്ന വഴിയാണ് കിട്ടിയത്. അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി വന്നു. മറ്റേ വഴി കയറിയാൽ മതിയായിരുന്നു, പക്ഷെ നമ്മൾ ആ വഴിയൊന്നും കണ്ടില്ലായിരുന്നു. സോ കിട്ടിയ വഴി കയറി. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ താഴേക്ക് ഇറങ്ങും കേട്ടോ. അപ്പം എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കുന്നു. ഇനി ഇതുപോലെ നല്ല നല്ല ഓഫ് റോഡ് ആയിട്ട് വരും. ഞാൻ നല്ല നല്ല സ്പോട്ട് കിട്ടുകയാണെങ്കിൽ ഓഫ് റോഡിങ് ആയിട്ട് വരും. പിന്നെ വീഡിയോയിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്താനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയുക. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇമ്പ്രൂവ് ആവുന്നതേ ഉള്ളൂ. റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്ത ചാനലാണ്. സോ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.